Hey PSC aspirants, welcome to another study blog. യൂഷ്വലി ഞാനൊരു 5:30ക്കാണ് എണീക്കാറ്. പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു എക്സാമൊക്കെ അടുത്ത് വരെയല്ലേ, കുറച്ച് നേരത്തെ എണീക്കാം. നേരത്തെ മീൻസ് ഒരുപാട് നേരത്തെ ഒന്നല്ല, ഒരു അരമണിക്കൂർ നേരത്തെ. അതായത് ഇന്ന് 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പഠിക്കാൻ വേണ്ടി എടുത്തത് ഒരു കറണ്ട് അഫെയർസിൻ്റെ PDF ആണ്. അതായത് ആസ്ത അക്കാദമി എന്ന് പറഞ്ഞ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയൊരു മെറ്റീരിയലാണ്. സാധാരണ എനിക്ക് ടെലിഗ്രാമിൽ നിന്ന് കിട്ടിയ കറണ്ട് അഫെയർസിൻ്റെ മെറ്റീരിയൽസൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാറുണ്ട്. അതായത് ഒരുപാടുണ്ടാകും. പക്ഷേ ഈ ഒരു കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഒരു 1 മന്തിലെ കറണ്ട് അഫെയർസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. ഒരു 80, 90, 100 അത്രയേ ഉള്ളൂ ഒരു മാസത്തെ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓൾറെഡി കറണ്ട് അഫെയർസ് പഠിച്ചവരാണെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ ഒരു ദിവസം കൊണ്ട് കറണ്ട് അഫെയർസ് മാക്സിമം റിവൈസ് ചെയ്യണം, അത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട്. അങ്ങനെ ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെൻ്റെ ഹെയർ ശ്രദ്ധിക്കരുത്, ഭയങ്കര മെസ്സി ആയിട്ടാണുള്ളത്. രാവിലത്തെ ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ASMൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറൊരു കാര്യം, ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫർമേഷൻ വന്നിട്ടുണ്ട്. കുറച്ചധികം ഒരു 5 10th ലെവൽ എക്സാംസിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് അതെല്ലാം സെപ്പറേറ്റ് എക്സാം ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് അത് 10th പ്രിലിംസിൻ്റെ എക്സാമാണ്, എല്ലാം തോന്നുന്നു. കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. കാരണം എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് സെയിം ഡേറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ എല്ലാ സെൻറ്ററിലും പോയിട്ട് എക്സാം എഴുതും, ഒരു ദിവസം തന്നെ എല്ലാ എക്സാം എങ്ങനെ നടത്തുന്നതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതിയിട്ട് എല്ലാത്തിനും കൺഫർമേഷൻ കൊടുത്തു. പിന്നെ കുറച്ച് ആൾക്കാർ ഞാൻ കൺഫർമേഷൻ കൊടുക്കണമെന്ന് പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ താഴെ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ സെയിം ഡേറ്റ് ആണല്ലോ വരുന്നതെന്ന്. ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇത് പ്രിലിം ആണെന്നുള്ള കാര്യം. അതാണ് ഞാൻ റിപ്ലൈ ഒന്നും തരാഞ്ഞത്. പിന്നെ കഴിഞ്ഞ വീഡിയോന് കോമൺ ആയിട്ട് വന്ന കുറച്ചധികം കമൻസിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് നല്ല എഫക്റ്റീവായിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. റിവിഷന് വേണ്ടിയിട്ട് ഞാൻ 2 മെത്തേഡ് പറയും. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ കോച്ചിങ്ങിന് പോയ സമയത്ത് അവിടെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഒരു സാറ് പറഞ്ഞു തന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഈ ഒരു കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരമല്ല രാത്രി വരെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കിടക്കുന്നതിന് മുന്നിൽ ഒരു അരമണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്യാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ആവാത്ത കാര്യങ്ങളൊക്കെ ചെറിയ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കാം. ജസ്റ്റ് ഇപ്പോൾ ഒരു മാത്സ് പഠിക്കുന്നെങ്കിൽ നമുക്ക് ചില ഇക്വേഷൻസ് നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. അപ്പോൾ അതൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ എഴുതി വെക്കാം. അതിന് വേണമെങ്കിൽ റിവിഷൻ നോട്ട് എന്ന് പേരിട്ടോ. അതുപോലെ ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഇയേഴ്സും എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പാടുള്ള ഒരു സംഭവമാണ് ഈ വർഷങ്ങൾ. അപ്പോൾ അതും സെപ്പറേറ്റ് ഈ നോട്ട്സിൻ്റെ കൂടെ എഴുതി വെക്കാം. നിങ്ങൾക്ക് ഏതാണോ പാട്, അതായത് നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ചെറിയ നോട്ട്സ് ആക്കിയിട്ട് എഴുതി വെക്കാം. അപ്പോൾ ഈ ഒരു നോട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ കൊണ്ട് ഒന്ന് ഓടിച്ച് വായിച്ച് റിവൈസ് ചെയ്യാം. പിന്നെ ഈ റിവിഷൻ ചെയ്ത കാര്യമുണ്ടല്ലോ, അത് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ അമ്മയാണോ അച്ഛനാണോ ഇപ്പോൾ അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ ഈ പഠിച്ച കാര്യം ഷോർട്ടാക്കിയിട്ട് ഓർത്ത് അവരെടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് നമുക്ക് അവരെടുത്ത് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോയെന്നും കൂടെ നോക്കണം. അപ്പോൾ ഈ 2 കാര്യം ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് ഈ സെയിം റിവിഷൻ നോട്ട് ഒന്നുകിൽ ഓർത്തെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഓർത്തിട്ട് കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് ആ ബുക്കിലേക്ക് നോക്കാം. ഇത് നോക്കിയതിന് ശേഷം മാത്രം പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. 1 വീക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം സാറ്റർഡേയോ സൺഡേയോ കൊണ്ട് നമ്മൾ ഈ ഒരു വീക്ക് പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്ന് ഫുള്ളായിട്ട് റിവൈസ് ചെയ്യാം. സാധാരണ ഈ സാറ്റർഡേ സൺഡേ ഞാൻ റിവിഷനും PYക്കും മോക്ക് ടെസ്റ്റും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അങ്ങനെ ഒരു മന്ത് കംപ്ലീറ്റ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അതിനുശേഷം മന്ത് തന്നെ ഉണ്ടാവുമല്ലോ 13, 31 ഏതെങ്കിലും ഒരു ദിവസം കംപ്ലീറ്റ് റിവിഷന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു മാസം പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു ഷോർട്ട് നോട്ട് വെച്ചിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് PSC സ്റ്റാർട്ട് ചെയ്തവർക്കാണ് കുറച്ച് നന്നായിട്ട് യൂസ് ആകുക. പിന്നെ നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത്, അതായത് എൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു മോഡൽ എക്സാം എഴുതുമ്പം ഒരു 50 എബോവ് കിട്ടും. എന്നാൽ ആ ഒരു കട്ട് ഓഫ് റേഞ്ച്, ഇപ്പോൾ OAയുടെ കട്ട് ഓഫ് വന്നു 71 ആണെന്ന് തോന്നുന്നു. ആ ഒരു റേഞ്ചിൽ എൻ്റെ മാർക്ക് പോകില്ല. 50 എബോവ് കിട്ടും, പക്ഷേ ആ ഒരു കട്ട് ഓഫിൻ്റെ അടുത്തേക്ക് പോകില്ല. ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ഇനി പറയുന്നത്, അതായത് നമ്മുടെ റിവിഷൻ മെത്തേഡ് 2. ഇങ്ങനെയുള്ളവർക്ക് ഒരുവിധം ടോപ്പിക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, എന്നാൽ ഒരു ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാവില്ല. റിവിഷൻ കുറവുകൊണ്ട് നമുക്കിങ്ങനെ മാർക്ക് കുറയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ,
ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വീക്കിലി, അതായത് സാറ്റർഡേ സൺഡേ റിവിഷനും മോക്ക് ടെസ്റ്റിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ PYQ ചെയ്യും, അല്ലെങ്കിൽ തൊഴിൽ വാർത്ത, തൊഴിൽവീതി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും ചെയ്യും. ആ സമയത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കില്ലേ? അതായത് ഇപ്പോൾ ആറ്റിങ്ങൽ കലാപം, ആ ഒരു ടോപ്പിക്ക് നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പക്ഷേങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ തെറ്റിച്ചു, അറിയുന്ന കാര്യം തെറ്റിച്ചു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടോപ്പിക്കിന് നമുക്ക് റിവിഷൻ ആവശ്യമാണ്. കാരണം അതിനകത്തെ ഫാക്ട്സ് നമ്മൾ മറന്നുപോയി ഓൾറെഡി. അതുപോലെ നമ്മൾ അറിഞ്ഞിട്ടും തെറ്റിക്കുന്ന ടോപ്പിക്കുകൾ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്സ് ഒന്നുകിൽ നമ്മുടെ നോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ റാങ്ക് ഫയൽ വെച്ചിട്ടോ ഏതാണോ നിങ്ങൾക്ക് നല്ലതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ നന്നേ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പഠിച്ചെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു 50+ മുകളിലേക്ക് മാർക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ. പഠിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ പഠിക്കുന്നുണ്ട്, പക്ഷേ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ജോലി കിട്ടിയ ഒരാളുടെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിലാണ് ഇങ്ങനൊരു മെത്തേഡിനെ പറ്റി പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണ് പറഞ്ഞത്. കാരണം ഞാൻ തെറ്റിക്കുന്ന പല കാര്യങ്ങളും ഞാൻ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എൻ്റെ ഒരു മൈൻഡിലെന്ന് പറയുന്നത് ഇത് ഞാൻ പഠിച്ച കാര്യമാണ്, ഓൾറെഡി എനിക്കിതറിയാം, ഇനി അത് ഞാൻ പോയി പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു ധാരണയാണ് എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പിന്നെ റിവൈസ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നത്. നെഗറ്റീവ്സ് വരാൻ കാരണം ഇത് തന്നെയാണ്, നമ്മുടെ ഈ ഒരു റിവിഷൻ കുറവ് കൊണ്ട്. അങ്ങനെ 2 റിവിഷൻ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഏതാണോ സ്യൂട്ടബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ PSC സ്റ്റാർട്ട് ചെയ്തവർക്കും ഈ സെക്കൻഡ് മെത്തേഡ് ഉപയോഗിക്കാം. കാരണം നമ്മൾ ഓൾറെഡി റിവിഷൻ കറക്റ്റായിട്ട് വീക്ക്ലിയും മന്ത്ലിയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴോ PYQ ചെയ്യുമ്പോഴോ നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം തെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിലേക്ക് കയറിയിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്ക് ഈ എക്സാം കഴിഞ്ഞ ആ ഒരു സമയത്ത് ആ ടോപ്പിക്ക് പിന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. റിവിഷനെ പറ്റി അത്രയേ ഉള്ളൂ. ഇനി ഇന്നത്തെ എൻ്റെ പഠനം അതിനെപ്പറ്റി പറയാം. രാവിലെ മുതലേ ഞാൻ ഈ സെയിം കറണ്ട് അഫെയർസ് മെറ്റീരിയലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഈ സെയിം സബ്ജക്റ്റ് തന്നെ ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്കിഷ്ടേ അല്ലാത്തൊരു കാര്യമാണ്. പിന്നെ എങ്ങനെയെങ്കിലും കറണ്ട് അഫെയർസ് റിവിഷൻ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലാണ് ഇന്ന് CA പഠിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു ഉച്ചയാകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നൊരവസ്ഥയായിരുന്നു. എനിക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എൻ്റെ മൈൻഡിലേക്ക് കയറുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കറണ്ട് അഫെയർസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഞാൻ ടാബിൽ എന്തെങ്കിലും PDF പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ YPT ഓപ്പൺ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഈ ടാബ് മുന്നിൽ വെച്ചിട്ട് തന്നെ അതിൽ നോക്കി പഠിക്കുന്ന സമയത്ത് സൈഡിൽ YPT ഓപ്പൺ ചെയ്താൽ എൻ്റെ കോൺസെൻട്രേഷൻ നന്നായിട്ട് കുറയും. ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിലേക്ക് നോക്കാൻ എനിക്കൊരു ടെൻഡൻസി വരും. അതുകൊണ്ടാണ് ഞാനിന്ന് ഓപ്പൺ ചെയ്യാഞ്ഞത്. പക്ഷേ സാധാരണ ഞാൻ പഠിക്കുമ്പം ഈ ടാബ് സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് YPT ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അധികം ഞാൻ ബുക്കിൽ തന്നെ നോക്കിയിട്ടാണ് പഠിക്കാറ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബുക്കിൽ നോക്കി ജസ്റ്റ് ഒന്ന് ബോറടിക്കുന്ന സമയത്ത് ആൾക്കാർ എത്ര സമയം പഠിച്ചു എന്ന് ഗ്രൂപ്പൊക്കെ മാറ്റി നോക്കുമ്പോൾ ഒരു ബ്രേക്ക് പോലെയാണ് എനിക്ക് തോന്നാറ്. പിന്നെ തിരിച്ച് വന്ന് ബുക്കിൽ നോക്കി വായിക്കും. പക്ഷേ ഇന്ന് ഇത് ഓപ്പൺ ചെയ്ത് വെക്കാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒരു ടയേർഡായൊരു അവസ്ഥയായിരുന്നു. സെയിം സബ്ജക്റ്റാണ്. പിന്നെ നമ്മൾ ഈ പഠിക്കുന്ന PDF ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യാനും വാട്ടർമാർക്ക് കൊടുക്കാനും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് WPS ഓഫീസാണ്. അത് ശരിക്കും നല്ലതാണ്. നമ്മളൊരു PDF വായിക്കുന്ന സമയത്ത് ഇങ്ങനെ മാർക്കൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ അത് റിവൈസ് ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെയും കറണ്ട് അഫെയർസ് വായിക്കാൻ നിന്നില്ല. വായിച്ചിട്ട് കാര്യമില്ല, എൻ്റെ മൈൻഡിലേക്കൊന്നും കയറാത്തൊരവസ്ഥയായി. പിന്നെയും കറണ്ട് അഫെയർസിനെ വായിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ ബയോളജിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ബയോളജിയുടെ PYQ നോക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ബുക്ക് സ്റ്റാൻഡ് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലതാണ്, യൂസ്ഫുള്ളാണ്. കാരണം എനിക്ക് നെക്ക് പെയിൻ ഉള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഒരുവിധം എല്ലാ ബുക്കും അതിലെനിക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വലിയ റാങ്ക് ഫയൽ ഉണ്ടല്ലോ, നല്ല തടിച്ച റാങ്ക് ഫയൽ വെക്കുന്ന സമയത്ത് സെൻട്രൽ പേജാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല. അതായത് 2 സൈഡും ഒരേപോലെ വെയിറ്റ് വരികയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഈ ഫസ്റ്റ് പേജോ ലാസ്റ്റ് പേജോ വെക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നന്നായിട്ട് വെയിറ്റ് വരുമല്ലോ, അപ്പോൾ ചെറിയൊരു ഷെയ്ക്ക് ആവുന്ന പോലെ ഉണ്ട്. ആ ഒരു പ്രോബ്ലം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നല്ലതാണ്. പിന്നെ കമൻറ്റ്സ് വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. കുറേ റിക്വസ്റ്റഡ് വീഡിയോസ് ഉണ്ട്, ഒക്കെ ഞാൻ ചെയ്യുവേ. ടൈമിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് തീരുന്നില്ല. എഡിറ്റിംഗ് ഓക്കെയാണ്, പക്ഷേ വോയിസ് കൊടുക്കാൻ എനിക്ക് കുറച്ചധികം ടൈം എടുക്കും. അതാണ് വീഡിയോസൊക്കെ പെൻഡിങ് ആകുന്നത്. പക്ഷേ നിങ്ങളിടുന്ന ഓരോ കമൻസിലെയും ഓരോ ടോപ്പിക്കും എനിക്കൊരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ട്. അതിൽ ഞാൻ 1 by 1 ആയിട്ട് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്നത് പോലെ
ഓരോ സ്റ്റഡി വ്ളോഗ്സിലും ഓരോരോ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക, എക്സാമൊക്കെ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ ബൈ ഗൈസ്. In the midnight glow where the stars align, we lose ourselves in